നമസ്കാരം. കേരളത്തിൽ വന്ദന എന്ന് പറയുന്ന ഒരു ഡോക്ടർ നമ്മുടെ ഹൃദയത്തിൽ ഒരു വേദനയായി ഇപ്പോഴും തുടരുകയാണ്. നമ്മളാണ് ആ വന്ദനയുടെ മരണത്തിന് കാരണക്കാർ. അങ്ങനെ തന്നെ വിശ്വസിക്കുമെന്നാണ് നമുക്കും നല്ലത്. കാര്യം ഒരു ആശുപത്രിയിൽ, അതായത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ രാത്രിയിൽ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന വന്ദന എന്ന് പറയുന്ന ഡോക്ടർ അവിടേക്ക് എത്തിയ ഒരു രോഗിയെ, അയാൾ മനോരോഗിയാണ്, ഡ്രഗ് അഡിക്റ്റ് ആണ്, ലഹരി മരുന്നുകളുടെ സ്ഥിരമായ ഉപയോഗം അദ്ദേഹത്തിൻ്റെ തലച്ചോറിനെ ബാധിച്ചു. കാര്യമൊക്കെ ശരിയാണ്. അദ്ദേഹം വരുന്നു, കൂടെ കുറച്ച് പോലീസുകാരുണ്ട്. അവിടെ വന്നതിന് ശേഷം ഈ ഇദ്ദേഹത്തിൻ്റെ മുറിവ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഡോക്ടറും സംഘവും ശ്രമിക്കുന്നു. ഇതിനിടയിൽ ഈ രോഗി വല്ലാതെ വയലൻ്റ് ആവുകയാണ്. ഈ രോഗി തന്നെയാണ് കൺട്രോൾ റൂമിൽ വിളിച്ചിട്ട് എന്നെ കുറേ പേർ കൊല്ലാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കൺട്രോൾ റൂമിൽ വിളിക്കുകയും അവിടുന്ന് പോലീസ് എത്തുകയും, പോലീസ് പറയുന്നതാണ് ഇതൊക്കെ, പോലീസ് എത്തി ഈ രോഗിയെ അല്ലെങ്കിൽ ഈ സന്ദീപ് എന്ന് പറയുന്ന ആളിനെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. അവിടെ വെച്ച് വയലൻ്റായ രോഗി അല്ലെങ്കിൽ സന്ദീപ് എന്ന് പറയുന്ന പ്രതി, ഇനിയിപ്പോൾ പ്രതി എന്ന് തന്നെ പറയണം, ഈ പ്രതി പെട്ടെന്ന് വയലൻ്റായി സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ സർജിക്കൽ ഉപകരണം ഉപയോഗിച്ചിട്ട് കുത്തുകയാണ്. ആ പെൺകുട്ടിയെ കുത്തി കൊലപ്പെടുത്തുകയാണ്. പോലീസുകാർ കയ്യും കെട്ടി നോക്കി നിന്നു എന്ന് പൂർണ്ണമായി പറയില്ലെങ്കിലും കയ്യും കെട്ടി നോക്കി നിന്നു എന്ന് തന്നെ ഒരു ശരിയായ അർത്ഥത്തിൽ നമുക്ക് പ്രയോഗിക്കാം. അല്ലെങ്കിൽ ഒരിക്കൽ പോലും ആ പെൺകുട്ടിയെ ഇത്ര ക്രൂരമായി ഒരാൾ കൊലപ്പെടുത്തില്ല. അങ്ങനെ മാരകമായി ശ്വാസകോശത്തിനും നട്ടെല്ലിനും അധികം ക്ഷതമേറ്റ ഈ കുട്ടിയെ നേരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ ആ കുട്ടിയെ നമുക്ക് ജീവൻ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിഞ്ഞില്ല. അത് വലിയ നോവായി നമ്മുടെ ഉള്ളിൽ മാറുന്നു. അപ്പോൾ പല ഭാഗത്തു നിന്നും ആരോഗ്യ പ്രവർത്തകർക്ക് നേരിടുന്ന ഈ പ്രശ്നങ്ങളെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുന്നു. ഭരണകക്ഷിയിലുള്ള പിണറായി വിജയനെ പോലുള്ള ഒരു മുഖ്യമന്ത്രി അവിടെ ചെന്നു, ആ കുടുംബത്തെ കാണുന്നു, ആശ്വസിപ്പിക്കുന്നു. അതിനിടയിൽ വീണ ജോർജ് പറഞ്ഞ ചില അബദ്ധങ്ങളും നമുക്ക് മാറ്റി നിർത്താം. വീണ ജോർജ് അബദ്ധം പറഞ്ഞു പോയി. അതിനുശേഷം അതിൻ്റെ ഒരു കുറ്റബോധത്തിൽ അവിടെ ചെല്ലുന്നു, അവരുടെ വീട്ടുകാരോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുന്നു. അതിനുശേഷം ഒരു കരച്ചിലൊക്കെ അവിടെ നിന്ന് വീണ ജോർജ് പാസ്സാക്കുന്നു. അതൊക്കെ ഒരു ആ കണ്ണീരിനെ എല്ലാം ഒരു മുതലക്കണ്ണീരായി കാണുന്നതിനാണ് എനിക്കിഷ്ടം, അല്ലെങ്കിൽ ജനങ്ങൾക്കും ഇഷ്ടം. അത് തന്നെയാണ്, ഒരു മുതലക്കണ്ണീർ ഒഴുക്കുക എന്ന് സാങ്കേതികമായി തന്നെ പറയാം. കാരണം മുതല ഇരയെ പിടിച്ചു കഴിയുമ്പോഴാണ് അതിൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത്. അത് അതിൻ്റെ ഒരു ശാരീരിക അവസ്ഥയുടെ ഒരു പ്രത്യേകതയാണ്. ഇരയെ പിടിച്ച് കടിച്ചു കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വരും. അതൊരു സാങ്കേതികവും അതിൻ്റെ മുതലയുടെ ഒരു ശാരീരിക അവസ്ഥ കാരണമാണ്. പക്ഷേ ഇതിനെ എനിക്ക് അങ്ങനെ കാണാനാണ് ഇഷ്ടം. ഒരു ആരോഗ്യ മന്ത്രി തന്നെ ചെന്ന് കരയുന്നതിനെ എനിക്ക് അങ്ങനെ തോന്നുള്ളൂ. കാര്യം ഡോക്ടർമാർക്ക് മതിയായ സുരക്ഷ ഒരുക്കുന്നില്ല എന്നുള്ള രീതിയിൽ. അതിനു മുൻപ്, കുറച്ച് നാളിന് മുൻപ് ഒരു MLA, പത്തനാപുരം MLA നടത്തിയ ഒരു പ്രതികരണവും വളരെ അവരെയൊക്കെ തല്ലണം എന്ന് തന്നെയാണ് പറഞ്ഞത്. അടി കിട്ടേണ്ടവരാണ് ഡോക്ടർമാർ എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഈ രീതിയിലുള്ള പ്രതികരണങ്ങളും ഇതിനു മുൻപ് വന്നു കഴിഞ്ഞു. എന്നാൽ ഇന്ന് മറ്റൊരു സംഭവം കൂടി നടന്നിരിക്കുകയാണ്. ഇത് പാലക്കാട് ജില്ലയിലാണ്. കോങ്ങാട് MLA പേരിലാണ് ഈ ഒരു പരാതി ഇപ്പോൾ വന്നത്. കോങ്ങാട് MLA കെ ശാന്തകുമാരി CPM-ൻ്റെ നേതാവാണ്, CPM MLA ആണ്, നമ്മുടെ കേരള നിയമസഭയുടെ ഒരു വക്താവാണ്. മന്ത്രിസഭയിലൊന്നുമില്ല, അത് വലിയ കാര്യമായി. ഭർത്താവുമായി കോങ്ങാട് താലൂക്ക് ആശുപത്രിയിലെത്തി. ഭർത്താവിന് പനിയായിട്ട് ചെല്ലുന്നു. അപ്പോൾ ഡോക്ടർക്ക് അറിയാം, ഒരു രോഗിയെ കാണുമ്പോൾ ഈ രോഗിക്ക് ഏതൊക്കെ രീതിയിൽ ആ രോഗിയെ ഡയഗ്നൈസ് ചെയ്യണം എന്നുള്ളത് ഡോക്ടറാണ് തീരുമാനിക്കുന്നത്. ഒരു ബൈസ്റ്റാൻഡർ അല്ല തീരുമാനിക്കുക. സ്കാനിങ് വേണോ, എക്സ്റേ വേണോ, അല്ല നമുക്ക് എന്നിട്ട് പറയാം ഡോക്ടറെ എന്നെ ഒന്ന് സ്കാൻ ചെയ്യണം, എൻ്റെ ഒരു എക്സ്റേ എടുക്കണം, എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു രോഗിയും ഒരു ഡോക്ടർ എടുക്കലും ചെല്ലാറില്ല. ഇത് സ്റ്റെതസ്കോപ്പ് വെച്ച് എന്നെ പരിശോധിക്കണം, എൻ്റെ BP ചെക്ക് ചെയ്യുന്ന കാര്യം വേണേൽ പറയാം. BP പേഷ്യൻ്റ് ആണെങ്കിൽ പറയാം എൻ്റെ BP ഡോക്ടറെ ഒന്ന് ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ തന്നെ ഡോക്ടർക്ക് ഒരു രോഗിയുടെ ശരീരത്തിൽ തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം ഇയാൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അല്ലെ രോഗലക്ഷണങ്ങൾ കേൾക്കുമ്പോൾ തന്നെ പഠിച്ച ഒരു ഡോക്ടർക്ക് മനസ്സിലാവും ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് എന്ന്. അങ്ങനെ ശാന്തകുമാരി അദ്ദേഹത്തിൻ്റെ ഭർത്താവുമായി ആശുപത്രിയിലെത്തി, ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടറെടുക്കെ പെട്ടെന്ന് ശാന്തകുമാരി പൊട്ടിത്തെറിക്കുകയായിരുന്നു. നിങ്ങൾ ഇങ്ങനെയാണോ പരിശോധിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് പൊട്ടിത്തെറിച്ചിട്ട് ഭയങ്കരമായി ആ ഡോക്ടറോട് ചൂടായി. ചുമ്മാ അല്ല നിങ്ങൾ വഴി കിടന്ന് തല്ലു മേടിക്കുന്നത്, നിങ്ങൾക്ക് കിട്ടേണ്ടവരാണ്, അടി കിട്ടേണ്ടവരാണ് എന്നുള്ള രീതിയിൽ ശാന്തകുമാരി കയറി അങ്ങ് പ്രതികരിച്ചു. പ്രതികരണം നല്ലതാണ്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ഈ പ്രതികരണം കേൾക്കുന്ന ഒരു വിചാരിക്കും എന്തോ അക്ഷന്തവ്യമായ ഒരു അപരാധം, കയ്യബദ്ധം ഡോക്ടർക്ക് സംഭവിച്ചിരിക്കുന്നു എന്ന് നമ്മളങ്ങ് കരുതും.
പക്ഷേ ഡോക്ടർക്ക് പറ്റിയ കയ്യബദ്ധം എന്താണ് എന്നുള്ളതാണ് പിന്നീട് മനസ്സിലായത്. തെർമോമീറ്റർ വെച്ച് പരിശോധിച്ചില്ല പോലും. തെർമോമീറ്റർ എന്തിനാ ഉപയോഗിക്കാന്നറിയാം? പനിയുള്ളവർക്ക് ടെമ്പറേച്ചർ ഉണ്ടോ, ടെമ്പറേച്ചറിൻ്റെ ഒരു എത്രത്തോളം ടെമ്പറേച്ചർ ഉണ്ട് എന്നറിയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. ടെമ്പറേച്ചർ അളക്കുന്നതിനുള്ള ഉപകരണം, ശരീരോഷ്മാവ് പരിശോധിക്കുന്നതിനുള്ള ഉപകരണമാണ് തെർമോമീറ്റർ. ഈ തെർമോമീറ്റർ വെച്ച് പരിശോധിക്കണമെങ്കിൽ ആ ഡോക്ടർക്ക് തോന്നണം അത് എത്ര ടെമ്പറേച്ചർ ആ രോഗിയുടെ ശരീരത്തുണ്ട് എന്നുള്ളത്. അത് ഒരു പിന്നെ എന്താ പറയുക, മറ്റൊരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരോഷ്മാവ് സാധാരണഗതിയിലുള്ളതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതലാണെങ്കിൽ ഡോക്ടർമാർ ടെമ്പറേച്ചർ ഉണ്ട് എന്ന് മാത്രം പരിഗണിക്കും. അമിതമായി ഉണ്ടെങ്കിൽ അതിൻ്റെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നോക്കും. അപ്പം അതിനുവേണ്ടി മാത്രമാണ് ടെമ്പറേച്ചർ സാധനം ഡോക്ടർമാർ ഉപയോഗിക്കാറുള്ളത്. എല്ലാവരും നമ്മുടെ കൂട്ടത്തിലുള്ള ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ആശുപത്രിയിൽ പനിയായിട്ട് പോകാറുണ്ട്. പനിയായിട്ട് പോകുന്ന എല്ലാവർക്കും ഡോക്ടർ എക്സ്റേ എഴുതാറില്ല, ബ്ലഡ് ടെസ്റ്റ് എഴുതാറില്ല, തെർമോമീറ്റർ വെച്ച് പരിശോധിക്കാറില്ല, സ്റ്റെതസ്കോപ്പ് വെച്ച് പരിശോധിക്കാറുണ്ട്. ഇതെല്ലാം ഒന്നും എല്ലാ രോഗികൾക്കും ചെയ്യാറില്ല. പക്ഷേ ക്ഷുഭിതയാകുകയായിരുന്നു ശാന്തകുമാരി ചെയ്തത്. MLA ആണ്. ആലോചിക്കുക, ഒരു ജനപ്രതിനിധി ഈ രീതിയിലാണോ പെരുമാറേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കണം. മറ്റുള്ളവർക്ക് ആകേണ്ട ഒരാളാണ് ഈ ജനപ്രതിനിധി എന്ന് പറയുന്നത്. അതുപോലെ ഒരു വനിത ജനപ്രതിനിധിയാണ്. ഒരു പെൺകുട്ടി ഡോക്ടറായ ഒരു പെൺകുട്ടി ഒരു കാപാലികന്റെ കുത്തേറ്റ് മരിച്ച് ദിവസങ്ങൾ കഴിയുന്നതിന് മുൻപ് തന്നെ ഈ രീതിയിൽ പ്രതികരിക്കാൻ ഒരു ഭരണകക്ഷി MLAക്ക് കഴിയുന്നുണ്ടെങ്കിൽ അവരുടെ മാനസികാവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ആരോഗ്യമന്ത്രി നടത്തിയത് തീർച്ചയായും ഒരു മുതലക്കണ്ണീര് തന്നെയാണ്, അല്ലേ? അപ്പോൾ ഈ രീതിയിലാണോ ഒരു ജനപ്രതിനിധി പ്രതികരിക്കേണ്ടത്? ഒരു ആശുപത്രിയിൽ വന്നിട്ട് മാന്യമായി സംസാരിക്കുക, മാന്യമായി പെരുമാറുക, മാന്യമായ രീതിയിൽ കാര്യങ്ങളിൽ ഇടപെടുക, ഇതാണ് ഒരു ജനപ്രതിനിധിക്ക് ചേരുന്നത്. അല്ലാതെ ഒരു ഡോക്ടറുടെ മുന്നിൽ നിന്നുകൊണ്ട് ഡോക്ടർ പരിശോധിക്കുന്നത് ശരിയല്ലെന്ന് പറയാൻ ഈ K. ശാന്തകുമാരി എന്ന് പറയുന്ന MLA എന്നാണ് ഡോക്ടറായത് എന്ന് നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. കൊടി പിടിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്നതല്ല ഒരു ഡോക്ടറാകേണ്ട പ്രധാന യോഗ്യത. അതിന് യോഗ്യതകളുണ്ട്. ആ ഡോക്ടർ ആവണമെങ്കിൽ ഡോക്ടർക്ക് മനസ്സിലാകണം. ഡോക്ടർ മനസ്സിലാക്കുന്നുണ്ട്, ആ രോഗിയെ സമയത്തോളം രോഗിയുടെ ശരീരാവസ്ഥ ഡോക്ടർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പരിശോധിക്കാഞ്ഞത്. എന്നിട്ട് പിന്നീട് വന്ന് പറഞ്ഞു, അയ്യോ ഞാൻ അങ്ങനെ പ്രതികരിച്ചിട്ടില്ല എന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് വലിയ ഗീർവാണം ഇടാൻ വേണ്ടി മാത്രം ഈ MLA തയ്യാറായി. സ്വന്തം തെറ്റുകൾ അംഗീകരിക്കുക കൂടി ചെയ്യണം നല്ലൊരു ജനപ്രതിനിധി. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ശാന്തകുമാരി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തത് അക്ഷന്തവ്യമായ അപരാധമാണ്, മാപ്പർഹിക്കാത്ത അപരാധമാണെന്ന് ഞാനിവിടെ പറഞ്ഞു വയ്ക്കുന്നു.